നിങ്ങൾ സങ്കടത്തിലാണോ? നിങ്ങൾ വിഷമത്തിലാണോ? അങ്ങനെയാണെങ്കിൽ നമുക്കുണ്ടാകേണ്ട ഒരു ഹോപ്പ് എന്താണെന്നറിയോ? നമുക്കൊരിടമുണ്ട് എന്നുള്ളതാണ്. ആ ഇടത്തിൽ ഒരു ദൈവമുണ്ടെന്നുള്ളതാണ്. ആ ദൈവം നമുക്ക് വേണ്ടി ആ ഇടം പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് മുമ്പേ നേരത്തെ പോയി എന്നുള്ളതാണ്. ഇത് ഗോസ്പൽ അതാണ്. യേശു പറയുന്നത് സത്യാത്മാവ് വരുന്നതിനെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു വഴിയൊരുക്കി യേശു ശിഷ്യന്മാരെ ടീച്ച് ചെയ്യുന്നതാണ് ഈ ദിവസങ്ങളൊക്കെ ഗോസ്പൽ. അങ്ങനെ പറയുമ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ മനസ്സിലാകുന്നു എന്നതിനേക്കാൾ ഉപരി അവർക്ക് യേശു പോകുന്നതിനൊരു സങ്കടമുണ്ട്. അവിടെയാണ് യേശു എന്ന് പറയുന്ന ഒരു ഹോപ്പ്. നിങ്ങൾ സങ്കടപ്പെടരുത്, ഡോൺ വറി. കാര്യം ഞാൻ പോകുന്നത് നിങ്ങൾക്ക് വഴിയൊരുക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കൊരിടം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ നമ്മളെല്ലാവരും ഒരുമിച്ച് കാണും. നിങ്ങൾക്ക് മുമ്പേ പോയി ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്ത് ചെന്ന് ആ ഇടം ഒരുക്കി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ വേദനയ്ക്കൊരു ഉത്തരം കിട്ടുന്നത് അത് ഇതിനപ്പുറത്തേക്കൊരിടം നമുക്കുണ്ട് എന്നും ആ ഇടത്തിൽ നമ്മെ കാത്തിരിക്കാൻ ഒരു ദൈവമുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. ഈ ഭൂമിയിലെ സങ്കടങ്ങൾക്കും വേദനകൾക്കും അപ്പുറത്തേക്ക് നമുക്കൊരു പ്രത്യാശയുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിൽ ജീവിക്കുമ്പോൾ ഈ ഭൂമിയിലെ സങ്കടങ്ങളില്ലാതാകും. അതാണല്ലോ മരണാനന്ത ശുശ്രൂഷ സമയത്ത് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളൊക്കെ. ഇനി കണ്ണുകളാൽ കണ്ടിട്ടില്ലാത്തതും ചിന്തയ്ക്കതീതവുമായ ഒരു ലോകത്തെ കുറിച്ച് ആ പ്രാർത്ഥനയിൽ പറയുമ്പോൾ അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും നല്ല അടിസ്ഥാനം. അങ്ങനെയാണെങ്കിൽ ഇനിയും മുന്നോട്ട് പോകാൻ ഒത്തിരി ദൂരമുണ്ട് എന്ന് ചിന്തിക്കുന്നിടത്ത്, ഇനിയും നമുക്ക് വേണ്ടി കാത്തിരിക്കാൻ ഒരാളുണ്ടെന്നുള്ളിടത്ത് നമ്മൾ വിഷമിക്കരുത് എന്നുകൂടി ഒരു പ്രത്യാശ നമുക്ക് നൽകണം. എന്തിനെങ്കിലും ഓർത്ത് നമ്മുടെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ, എന്തിനെങ്കിലും ഓർത്ത് നമ്മുടെ ഹൃദയം പിടയ്ക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഉത്തരം തരാൻ പറ്റിയ ഒരാൾ നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. ആ കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ എന്തുകൊണ്ട് ഇനി നമുക്ക് പ്രത്യാശയോടുകൂടി തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വേദന. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.